പ്രിന്റഡ് കോട്ടൺ, പ്രിന്റഡ് ജോർജറ്റ്, അല്ലെങ്കിൽ എംബ്രോയിഡറിങ്, അതോ അല്ലെങ്കിൽ ഒരു ഹാൻഡ് വർക്ക്, എന്തെങ്കിലുമൊക്കെ സ്പെഷ്യാലിറ്റി ഉണ്ടാവും നമ്മുടെ കുർത്തീസിന്. ഇതൊന്നും ഇല്ലാതെ സിമ്പിൾ ആയിട്ട് വന്നേക്കുന്ന കുറച്ച്, അതായത് ഒരു പ്ലെയിൻ ടോപ്പുകൾ കണ്ടാലോ, 4 ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സിലേക്കാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. അതും പ്ലെയിൻ ടോപ്പുകൾ നമ്മൾ ചെയ്തെടുത്തേക്കുന്ന സിമ്പിൾ ആയിട്ട് ഒരു എയർ കൺസെപ്റ്റിലേക്കാട്ടോ. 2 സൈഡിലേക്കായിട്ട് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഒരു കോട്ടൺ ഫാബ്രിക്, അതിന് നമ്മളിവിടെ യോ കട്ടിങ് കൊടുത്തിട്ട് താഴേക്കായിട്ട് കുറച്ച് ഗ്യാദേഴ്സും കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ ആയിട്ട് ഒരു ചെറിയൊരു പഫ് സ്ലീവും വരുന്നുണ്ട്. നമ്മുടെ ഒരു എൽബോയുടെ തൊട്ട് താഴെ നിൽക്കുന്ന രീതിയിലേക്ക് ബാക്കിലേക്ക് പ്ലെയിൻ എയർ കട്ടിങ് വരുന്നത് 47 ഇഞ്ചസ് ലെങ്തുമായിട്ട്. അപ്പൊ എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ബിക്കോസ് എപ്പോഴും നമ്മൾ കാണുന്ന പ്രിന്റഡ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കൈൻഡ് ഓഫ് ഡിഫറെന്റ് ആയിട്ട് എനിക്കില്ല ഇങ്ങനത്തെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ടോപ്പ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യണമെന്നുള്ളവർക്ക് എന്താണെങ്കിലും ഇഷ്ടപ്പെടും. വേറെ 3 കളേഴ്സും കൂടെ ഉണ്ട്. ഈ ഒരു ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ന്യൂഡ് പിങ്ക്, നമ്മുടെ ഒരു ലൈറ്റ് ഒരു ഷാമ്പിൻ പിങ്ക് എന്ന് പറയാം. അപ്പൊ വേറെ 3 കളർ ഷെയ്ഡും കൂടെ ഉണ്ട്. നമ്മുടെ ഓൺ ബ്രാൻഡ് ഫ്ലോറിസ്റ്റയിലേക്ക് വന്നേക്കുന്ന കേട്ടോ. ഇത് നമ്മുടെ ഫീഡിംഗ് ഓപ്ഷനും കൂടെ നമ്മൾ അവൈലബിൾ ആക്കി തരുന്നതായിരിക്കും. അങ്ങനെ ഫീഡിംഗ് കുർത്തിയാക്കി വേണ്ടവർ നമ്മുടെ വാട്സ്ആപ്പ് ത്രൂ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുക. അതിന് എക്സ്ട്രാ ഒരു ചാർജസ് 50 റുപ്പീസ് എക്സ്ട്രാ വരുന്നതായിരിക്കും. അപ്പൊ അതിന്റെ ബാക്കി കളേഴ്സും കൂടെ നമുക്ക് കാണാം. ഒരു കാഷ്വൽ വെയർ ഔട്ട്ഫിറ്റിലേക്ക് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റും കൂടെ ആട്ടോ. അല്ലെങ്കിൽ ഓഫീസ് വെയറോ കോളേജ് വെയർ ആയിട്ടോ ഒക്കെ നമുക്ക് പറ്റുന്ന ഒരു പ്രൊഡക്റ്റും കൂടെയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഇങ്ങനത്തെ സിംഗിൾ പീസ് ഡ്രസ്സുകൾ, അതായത് ബോട്ടവും ദുപ്പട്ടയും ഒന്നും ഇല്ലാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റുകൾ. 2 സൈഡിലേക്കായിട്ട് പോക്കറ്റ് ഒക്കെ വരുന്നുണ്ട്. നമുക്ക് മൊബൈലോ പൗച്ചോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഇടാൻ വേണ്ടി പറ്റുന്ന രീതിയിലേക്ക് വിത്ത് ലൈനിങ്ങും കൂടെയാണ് വന്നേക്കുന്നത്. കോട്ടന്റെ ലൈനിങ് തന്നെ നമ്മൾ അറ്റാച്ച് ചെയ്തേക്കുന്നത്. ഈ ഒരു ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ്. ബ്ലൂവിനകത്തേക്ക് കുറച്ചൊരു ഗ്രേ കളർ കൂടെ ബ്ലെൻഡ് ചെയ്ത് വന്നിട്ടുണ്ടതേ ഉള്ളൂ. ഈ ഒരു ഷെയ്ഡ് വന്നേക്കുന്ന ജെറ്റ് ബ്ലാക്കിലേക്കാട്ടോ. വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് കളറിനകത്ത് ഡിഫറൻസ് പോലെയുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് 4 തന്നെ ഏറ്റവും ഭംഗിയായിട്ട് വന്നേക്കുന്ന ഒരു ഷെയ്ഡാണ് ബ്ലാക്ക്. അപ്പൊ നമ്മുടെ ലാസ്റ്റത്തെ ഷെയ്ഡിലേക്ക് കിടക്കാം അല്ലെ. ലൈറ്റ് ഒരു പേസ്റ്റൽ പിസ്ത ഗ്രീൻ നമുക്ക് ഇതിന് പേരിടാം. കാരണം പിസ്ത ഗ്രീൻ മാത്രം എന്ന് പറയാൻ പറ്റില്ല. കാരണം പിസ്ത ഗ്രീൻ അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡാണ്. ഇത് അതിന്റെ ഒരു പേസ്റ്റൽ ഷെയ്ഡ് കേട്ടോ. 4 ഷെയ്ഡ്സും തന്നെ നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ്. ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ എല്ലാം നമ്മൾ പ്ലെയിൻ ആയിട്ടാണ് ചെയ്തെടുത്തേക്കുന്നത്. എംബ്രോയിഡറിയോ ഹാൻഡ് വർക്കോ മെറോർക്കോ ഒന്നുമില്ലാതെ സിമ്പിൾ ആയിട്ട്. അപ്പൊ ഇതിനകത്ത് ഏതെങ്കിലും ഒക്കെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് പോലെ നമ്മുടെ വാട്സാപ്പിൽ കൂടെ നിങ്ങൾക്ക് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാം. നമ്മൾ ഇതിന് ഫീഡിംഗ് ഓപ്ഷനും കൂടെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ഫീഡിംഗ് ഓപ്ഷൻ വേണ്ടവർ നമ്മുടെ വാട്സാപ്പിൽ കൂടെ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാം.